ഏപ്രിൽ 1-ാം തീയതി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. നോമിനേഷൻ കൊടുക്കുന്ന ടൈമൊന്നും അവർ നോക്കേണ്ട ആവശ്യമില്ല. അവന്മാർക്ക് ഓരോ വെള്ളിയാഴ്ചയില്ലല്ലോ. ആൾക്കാർ ഭരണം കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ അവർക്ക് വേണ്ടെന്ന് അവരൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവർ തമ്മിലടിച്ച് അവിടെ കുസ്തിയും പിടിച്ച് ഗോട്ടിയും കളിച്ച് ഇരിക്കുകയാണ് പോകുന്നത്. സുധാകരനെ മരിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. ചെന്നിത്തല ഒരു വശത്ത്, സതീഷ് ഒരു വശത്ത്, വേണുഗോപാൽ വശത്ത്, അതായത് ഏകദേശം 1/2 ഡസൻ മന്ത്രിമാരായിട്ട് അതിനകത്ത് UDF വരികയാണെന്നുണ്ടെങ്കിൽ ഇനി ആര് വരണം എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം UDF മന്ത്രിസഭ വരാൻ പോകുന്നില്ല എന്നൊരു സ്ഥിതിയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ആ ഒരു കോംപ്രഹെൻഷിപ്പിൽ നിലനിൽക്കുമ്പോൾ തന്നെ ഞാൻ ആഗ്രഹിച്ചത് CPM ഇത്തവണ അധികാരത്തിൽ വരണ്ട എന്നുള്ളതാണ് ആഗ്രഹിച്ചത്. പക്ഷെ ഒരു രക്ഷയില്ല, കോൺഗ്രസ്സുകാർ അവർ ജയിപ്പിച്ചേ പറ്റുള്ളൂ. അത് LDF ആണെങ്കിലും UDF ആണെങ്കിലും BJP ആണെങ്കിലും ഒക്കെ മാനിഫെസ്റ്റോയ്ക്കകത്ത് കുറേ സാധനം എഴുതി വെക്കും. നാട്ടിൽ നടപ്പിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം എഴുതി വെക്കും. അതൊരു പ്രലോഭനമാണ്. ആൾക്കാർക്കൊരു ഓഫർ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്ക് ഇന്ത്യനെ പോലെ സ്വർഗം ഉണ്ടാക്കി തരാൻ പോകുന്നു എന്നുള്ളതാണ്. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏപ്രിൽ 9-ാം തീയതിയാണ് കേരളത്തിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുക. ഒറ്റഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മെയ് 4-ാം തീയതി കേരളം ആര് ഭരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് ഫലം അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. വെറും 24 ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഈ സമയത്ത് എങ്ങനെ നോക്കിക്കാണുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തെയും അടുത്ത മന്ത്രിസഭയുടെ സാധ്യതകളെയും? അല്ല, ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പം കുഴപ്പമൊന്നുമില്ല. ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ ഇഷ്ടമുള്ള സമയത്ത് പ്രഖ്യാപിക്കാം. പക്ഷേ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പ്രഖ്യാപിച്ചപ്പം പുള്ളിക്കൊരു അബദ്ധം പറ്റിപ്പോയായിരുന്നു. അത് വിട്ടുകളയാം. പക്ഷേ ഏപ്രിൽ 1-ാം തീയതി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. നോമിനേഷൻ കൊടുക്കുന്ന ടൈമൊന്നും അവർ നോക്കേണ്ട ആവശ്യമില്ല. അവന്മാർക്ക് ഓരോ വെള്ളിയാഴ്ചയില്ലല്ലോ. ഏപ്രിൽ 1-ാം തീയതി എന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റിയ ദിവസം ഏപ്രിൽ ഫൂൾ എന്ന് പറഞ്ഞാൽ അന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കായിരിക്കും ഏറ്റവും നന്നാകുക എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. ഇനി അവർ ഏപ്രിൽ 9-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞിട്ട് 10-ാം തീയതി പ്രഖ്യാപിക്കുമോ എന്നുള്ളത് പോലും ഇപ്പോൾ സംശയമുള്ള സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുന്നത്. CPIയുടെ ലിസ്റ്റ് പുറത്ത് വിട്ടു. CPMൻ്റെ ലിസ്റ്റ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുമ്പോഴത്തേക്ക് സമയം കഴിയും. എഡിറ്റ് ചെയ്ത് വരുമ്പം ഇപ്പം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദ മാസ്റ്റർ കാൻഡിഡേറ്റ് ലിസ്റ്റ്. മറ്റവർക്ക് കയ്യിൽ കിട്ടേണ്ടുന്നൊരു ഭരണം കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ തന്നെ. UDFിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. UDFന് കയ്യിൽ ആൾക്കാർ ഭരണം കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ അവർക്ക് വേണ്ടെന്ന് അവരൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവർ തമ്മിലടിച്ച് അവിടെ കുസ്തിയും പിടിച്ച് ഗോട്ടിയും കളിച്ച് ഇരിക്കുകയാണ് പോകുന്നത്. സുധാകരനെ മരിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. സോണിയാഗാന്ധിയെ കുറിച്ചൊരു വാർത്തയില്ല. രാഹുൽ ഗാന്ധി വിളിച്ചിട്ട് പോലും സുധാകരൻ പറഞ്ഞ പൊടാ പട്ടിയെന്ന് പറഞ്ഞു. നിന്റെ പണി നോക്കിപ്പോ, നിൻ്റെ വല്യമുള്ള കാലത്ത് ഞാൻ കോൺഗ്രസിൽ പ്രവർത്തിച്ചതാ, ഞാൻ എന്നെ വിളിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് രാഹുൽ ഗാന്ധി നാണക്കേടായി. ചെന്നിത്തല ഒരു വശത്ത്, സതീഷ് ഒരു വശത്ത്, വേണുഗോപാൽ വശത്ത്, അതായത് ഏകദേശം 1/2 ഡസൻ കെ സുധാകരന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ലെയിം ചെയ്യാനുള്ള അവകാശമൊക്കെ ഉണ്ട്. 1/2 ഡസൻ മുഖ്യമന്ത്രിമാരും 50 മന്ത്രിമാരും റെഡിയാണ് മത്സരിക്കാൻ. കേരളത്തിൻ്റെ ക്യാബിനറ്റിനകത്ത് ഇപ്പോഴത്തെ സ്ഥിതി പ്രകാരം 22 വരെ കണ്ടുള്ളൂ. 21 വരെ ഉള്ളത് മുഖ്യമന്ത്രി അടക്കം CM ഉൾപ്പെടെ 25 വരെ പോകാൻ പറ്റും നിലവിലുള്ള സ്ഥിതിയിൽ. കാരണം കേരളം കൊച്ചു സംസ്ഥാനമാണ്. ബാക്കിയുള്ളടത്തുണ്ടാവുന്ന പോലെ 36 മന്ത്രിമാരെയും 30 മന്ത്രിമാരെയും ഇടാൻ പറ്റത്തില്ല. പണ്ട് 12 മന്ത്രിമാരുണ്ടായിരുന്നു സ്ഥിതി. അതിൽ നിന്ന് പിന്നെ 19 എത്തി, പിന്നെയാണ് 22 എത്തി, പിന്നെയാണ് ഈ ചീഫ് വിപ്പ് സ്ഥാനം ഉണ്ടായത്. ചീഫ് വിപ്പ് സ്ഥാനം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് KP മജീദിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ല TK ഹംസയ്ക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചീഫ് വിപ്പ് ഉണ്ടാക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് KP മജീദ് വരുന്നു. രണ്ടുപേരും തിരിച്ചു മറിച്ചോളെന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. പിന്നെ തോമസ് ഉണ്ണിയാടൻ ചീഫ് വിപ്പ് ആകുന്നു. അങ്ങനെ പിന്നെ PC ജോർജ് അന്ന് ചീഫ് വിപ്പ് എന്നുള്ള പേര് ആൾക്കാർ പറയാൻ തുടങ്ങി. ചീഫ് വിപ്പ് എന്ന് പറയാൻ തുടങ്ങി. ഈ ചീഫ് വിപ്പ് എന്നുള്ളത് മാറ്റി ആൾക്കാർ ചീഫ് വിപ്പ് എന്ന് പറയാൻ തുടങ്ങി. പാവം ജോർജ് ചേട്ടനെ ഇനിയിപ്പോൾ നമ്മൾ അധികം ട്രോളണ്ട. ജോർജ് ചേട്ടനും ഷോണും ഒക്കെ എവിടെയെങ്കിലൊക്കെ ജീവിച്ചു പോട്ടെ. ഈ സാധനം കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇവർ ഈ ക്യാബിനറ്റിനകത്ത് ഈ 50ഓളം പേര് ക്യാബിനറ്റിൽ വരാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക. സിബിക്കും അറിയാമല്ലോ, അത് അറിയാം, എനിക്കും അറിയാം. കാരണം ഞാൻ മന്ത്രിയാണെന്നുള്ളത് പറഞ്ഞ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിയാണെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. അതിനു മുമ്പേ മന്ത്രിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. മന്ത്രിമാരായിട്ട് അതിനകത്ത് UDF വരികയാണെന്നുണ്ടെങ്കിൽ ഇനി ആര് വരണം എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം UDF മന്ത്രിസഭ വരാൻ പോകുന്നില്ല എന്നൊരു സ്ഥിതിയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് എനിക്കൊന്ന് ബീഹാറിന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടോ രാജൻഭായ്? അതിലേക്കാണ് പോകുന്നത്. ബീഹാറിനകത്ത് ഇവർക്ക് ഇപ്പം, അതായത് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് 2019 BJP കേന്ദ്രം പിടിക്കണം എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അല്ല, 14 19 അവർ തുടർന്നതിന് എനിക്ക് യോജിപ്പായിരുന്നു. പക്ഷേ 24 അവർ ജയിക്കരുതെന്നാണ് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത്. എൻ്റെ മനസ്സിലെ ആഗ്രഹം അതായിരുന്നു. കാരണം BJP വരല്ലേ. കാരണം ഒരു
തേർഡ് മിനിസ്ട്രി എന്ന് പറയുമ്പം അതിന് അഹങ്കാര സ്വഭാവത്തിലേക്കും എന്തും ചെയ്യാം എന്നുള്ള മട്ടിലേക്കും പോകും. അതേപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലായിട്ട് ഞാനൊരു സഖാവാന്നുള്ളത് സിവിക്കറിയാം. ആ ഒരു കോംപ്രഹെൻഷിപ്പിൽ നിലനിൽക്കുമ്പോൾ തന്നെ ഞാൻ ആഗ്രഹിച്ചത് CPM ഇത്തവണ അധികാരത്തിൽ വരണ്ട എന്നുള്ളതാണ് ആഗ്രഹിച്ചത്. പക്ഷെ ഒരു രക്ഷയില്ല, കോൺഗ്രസ്സുകാർ അവരെ ജയിപ്പിച്ചേ പറ്റുള്ളൂ. കാരണം പിന്നെ CPM അധികാരത്തിലെത്തിക്കാനുള്ള ഉത്തരവാദിത്വം കൊട്ടേഷനും കോൺഗ്രസ് ഏറ്റെടുത്തു എന്നുള്ളതാണ് മനസ്സിലാവുക. കാരണം ഇനി 24 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ച നടന്നിട്ടില്ല. മുസ്ലിം ലീഗ് ഇന്ന് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, സീറ്റുകൾ വെച്ചു മാറാനുണ്ട്. ഈ കാര്യത്തിലൊന്നും യാതൊരുവിധ തീരുമാനവും കൈക്കൊണ്ടിട്ടില്ല. അതിനിടയിലാണ് A ഷുക്കൂർ, KS സുധാകരൻ ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ പാർട്ടിയുമായിട്ട് ഉടക്കി നിൽക്കുകയാണ്. അതിനിടയിലാണ് G സുധാകരൻ എന്ന് പറയുന്ന ആളെ അമ്പലപ്പുഴ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അതിൻ്റെ കാര്യത്തിലും തീരുമാനമായിട്ടില്ല. CC മുകുന്ദൻ ഡൽഹിയിൽ പോയിട്ട് കേരള ഹൗസിൽ തിരിച്ച് ഇങ്ങോട്ട് വണ്ടിക്കൂലിക്ക് കാശില്ലാണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. എന്തായിരിക്കും അവസ്ഥ മൊത്തത്തിൽ? CC മുകുന്ദന് വേണമെങ്കിൽ CPIക്കുള്ള ആവശ്യം കൂടെ ടൈം കൂടെ കൊടുക്കാമായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. കാരണം മുകുന്ദൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഒറ്റ ദിവസം കൊണ്ടൊരു ഐഡിയോളജി, പൊളിറ്റിക്കൽ ഐഡിയോളജി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ എളുപ്പത്തിൽ സാധ്യമാവുന്നൊരു കാര്യമല്ല. അതിനർത്ഥം അയാൾക്ക് അത്രേ ഐഡിയോളജി ഉള്ളൂ എന്നുള്ളതാണ്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ലെഫ്റ്റ് മൈൻഡ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഞാൻ കൈവിടത്തില്ല. അത് ഞാൻ ചിലപ്പോൾ BJP ജയിക്കണം എന്ന് ആഗ്രഹിക്കും, ചിലപ്പോൾ കോൺഗ്രസ് ജയിക്കണം എന്ന് ആഗ്രഹിക്കും, ചിലപ്പോൾ ലീഗ് ജയിക്കണം എന്ന് ആഗ്രഹിക്കും. അത് വേറെ കാര്യം, അത് ഇലക്ഷനാണ്. പക്ഷേ അതിനപ്പുറത്തൊരു പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന് പറയുന്ന സാധനം നമ്മളെ ഹൃദയത്തിലുള്ള സാധനമാണ്. ഈ സാധനം CC മുകുന്ദൻ ഒറ്റ ദിവസം കൊണ്ട് വലിച്ചെറിയാൻ പറ്റി. CC മുകുന്ദനെ MLA ആക്കിയതാരാ? CC മുകുന്ദൻ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു, ലോക്കൽ സെക്രട്ടറി ആയിരുന്നു, പിന്നെ മണ്ഡലം സെക്രട്ടറി ആയിരുന്നു, ഒക്കെ ആയിരുന്നു, ജില്ലാ കൗൺസിൽ മെമ്പറായിരുന്നു, ഒക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ വന്നിട്ടുള്ളതാണ്. CC മുകുന്ദൻ അന്ന് പിന്നെ CC മുകുന്ദൻ്റെ ക്രൈസിസ് പറഞ്ഞപ്പോൾ ഈ പറയുന്ന VS സുനിൽകുമാർ ഇവരെല്ലാവരും കൂടി അപ്പം തന്നെ വീട്ടിൽ ചെന്നതാണ്. CPIക്ക് ചില മണ്ടത്തരങ്ങളൊക്കെ പറ്റുന്നുണ്ടെന്നുള്ളത് പിന്നെ ചില സമയത്ത് ഒന്നൊന്ന് പിന്നെ ബിനുവേട്ടൻ നമ്മളെ ഗോവിന്ദ മാഷ് ഒരേപോലെ രണ്ടും ഈ പുസ്തകം വായിച്ചിട്ട് വട്ടായി പോയിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റാലും രാത്രി ആണെങ്കിലും ടോയ്ലറ്റിൽ പോകുമ്പോഴും പിന്നെ യാത്ര ചെയ്യുമ്പോഴും എല്ലാം മാർക്സിനെ ഏംഗൽസിനെയും വായിച്ചു. ഈ മാർക്സ് ഏംഗൽസ് ഈ സാധനം ഉണ്ടാക്കിയത് അന്നത്തെ യൂറോപ്പിലെ ഒരു സാഹചര്യത്തെ അടിസ്ഥാനമാക്കി മുതലാളിത്തത്തിനെതിരായിട്ട് ക്ലാസ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന സംഭവം അവിടുത്തെ പിന്നെ ട്രേഡ് യൂണിയൻ കൾച്ചറും ഇവിടുത്തെ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഇപ്പം ഇല്ല. നമ്മളെ വീട്ടിൽ സിബിയുടെ വീട്ടുമുറ്റത്ത് 2 തെങ്ങുണ്ടെങ്കിൽ തേങ്ങ ഇടാൻ ആൾ വരണമെങ്കിൽ അവനെ കൈ കൂപ്പി നമസ്കരിച്ച് സ്നേഹിച്ച് കൊണ്ടുവന്ന് അവൻ തേങ്ങയിട്ട് പിന്നെ അവനും കുറച്ച് തേങ്ങ കൊടുത്ത് അവർക്ക് അരിക്കും കൊടുത്ത് ഒക്കെ വിട്ടിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം തേങ്ങ ഇടാൻ ആൾ വരും. നമുക്ക് ഈ ഇലക്ഷനിലേക്ക് തന്നെ വരുന്ന സമയത്ത് ഈ UDFന്റെ സീറ്റ് ചർച്ചകൾ അതെന്ന് അവസാനിക്കാനാണ് സാധ്യതയുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, ഏപ്രിൽ 1 ഇലക്ഷൻ കിട്ടി ഏപ്രിൽ 10 അവർ തീരുമാനം എടുക്കാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോഴത്തെ സ്ഥിതി വെച്ചിട്ട്. കാരണം എന്ന് വെച്ചാൽ അതിന് മുമ്പ് അവർക്ക് തീരുമാനം എടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അത് തമാശയായിട്ട് പറഞ്ഞാണെങ്കിലും പിന്നെ കോൺഗ്രസിനകത്ത് ഭയങ്കര ക്രൂഷ്യൽ സിറ്റുവേഷൻ ഉണ്ട്. ഇവർ ലോബിയിങ് നടത്തിയിട്ട് സീറ്റ് പിടിക്കാൻ വേണ്ടി നോക്കിയിട്ടുള്ള ആൾക്കാരെ ഓരോ ടീമിനെ, അതായത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് VD സതീശനാണെങ്കിലും പിന്നെ ചെന്നിത്തലയാണെങ്കിലും പിന്നെ വേണുഗോപാലാണെങ്കിലും ഓരോരുത്തരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നിയമസഭാ കക്ഷി യോഗം വിളിക്കുമ്പം എനിക്ക് വേണ്ടി കൈവക്കാൻ ഇത്ര പേര് വേണം. MLA ഭൂരിപക്ഷം നോക്കിയിട്ട് തീരുമാനിക്കാൻ പറ്റുള്ളൂ. രമേശ് ചെന്നിത്തല പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയല്ല തീരുമാനിച്ചതെന്നാണ് പറഞ്ഞത്. VD സതീശന് കൃത്രിമ ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുത്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിനു മുമ്പത്തെ 2016 തെരഞ്ഞെടുപ്പിനകത്ത് ഉമ്മൻചാണ്ടി മര്യാദ കാണിച്ചു, ഒരു മാന്യതയും മര്യാദയും കാണിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ ഇനി മുഖ്യമന്ത്രി ആവാനില്ല, രമേശ് വരട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അതല്ല 2021 സംഭവിച്ചത്. 2021 അട്ടിമറി നടന്നു രമേശ് ചെന്നിത്തല ആരോപിക്കുന്നുണ്ട്. അട്ടിമറി നടന്നില്ല എന്നുള്ളത് നമുക്കറിയത്തില്ല. നമുക്കിപ്പോൾ പിന്നെ MLA ആരെയും തലയെണ്ണാൻ നമ്മൾ പോയിട്ടില്ല. പല MLA 2 ഭാഗത്തുമാണ് നമ്മളെടുത്ത് നിൽക്കുന്നത്. നമ്മളെ വിളിക്കുമ്പം രമേശ് ചെന്നിത്തലയുടെ പേരും പറയുന്നുണ്ട്, ചെന്നിത്തലയുടെ പേരും പറയും, സതീശന്റെ പേരും പറയും, കേസിന്റെ പേരും പറയും, എല്ലാം പറയും. ഇവർ കാരണം ഇവന്മാർക്ക് ഒരു സ്ഥിരതയില്ല. സ്ഥിരതയുള്ള 2-3 പേരുണ്ട്. ഈ അത്തരം കാര്യങ്ങളിൽ സ്ഥിരതയുള്ള ഒരാളാണ് സുധാകരൻ. കാരണം സുധാകരൻ തന്നെ മുഖ്യമന്ത്രി ആയാൽ മതി എന്നുള്ളതിനകത്ത് വേറെ സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പം രമേശും വരണ്ട, ചെന്നിത്തലയും വരണ്ട, പിന്നെ അല്ലയോ സതീശനും വരണ്ട, വേണും വരണ്ട എന്നുള്ള തീരുമാനത്തിനകത്ത് സുധാകരൻ സംശയമില്ല. കാരണം വെച്ചാൽ സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരനാണ് മുഖ്യമന്ത്രി ആവാൻ. അതിനകത്ത് വേറൊരു വസ്തു കൂടെ ഉണ്ട്. കാരണം UDF നേതൃത്വത്തിന്, അതായത് കോൺഗ്രസ് നേതൃത്വത്തിന് ശിവഗിരി മഠത്തിൽ നിന്ന് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. 18 ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അതൊക്കെ കോൺഗ്രസ് എന്ന് പരിഹരിക്കാനാണത്? അവിടെയാണ് സിബി ഞാൻ പറയുന്നത്. CPMന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു കത്ത് കൊടുക്കാൻ NSSനോ ശിവഗിരി മഠത്തിനോ ഏതെങ്കിലും സമുദായ സംഘടനകൾക്കോ ഓർത്തഡോക്സ് സഭയ്ക്കോ യാക്കോബായ സഭയ്ക്കോ കത്തോലിക്ക സഭയ്ക്കോ പെന്തിക്കോസുകാർക്കോ മാർത്തോമക്കാർക്കോ സുന്നികൾക്കോ പിന്നെ മുജാഹിദുകൾക്കോ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ഇല്ല.
അവരെ സ്ഥാനാർത്ഥി അവർ തീരുമാനിക്കും, CPIയുടെ സ്ഥാനാർത്ഥി അവർ തീരുമാനിക്കും. എന്തുകൊണ്ട് കോൺഗ്രസ് അതാണ് ഞാൻ പറഞ്ഞത്, സമുദായ നേതാക്കന്മാരെ തിണ്ണ നിരക്കത്തില്ല എന്ന് പറയുന്നത് തിണ്ണയിലോട്ട് വിളിക്കാത്തതുകൊണ്ടാണ്. ചെന്ന് കഴിഞ്ഞാൽ ആട്ടി വിടുമെന്നുള്ളത് അറിയാം. തിണ്ണ നിരക്കത്തിന്നുള്ള വലിയ വർത്തമാനമൊക്കെ ഇപ്പോൾ VD സതീശൻ പറയുന്നുണ്ട്. അങ്ങോട്ടും ചെന്ന് നോക്കണം, വെള്ളാപ്പള്ളിയുടെ വീടിൻ്റെ മുറ്റത്ത് തുടങ്ങി ചെന്ന് കഴിഞ്ഞാൽ പട്ടി അടിച്ചു വിടും ഇയാൾ. പിന്നെ തൃശ്ശൂർ അല്ല, ഞാൻ പറയട്ടെ, ഇതിനകത്ത് സ്ഥിതി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ തിണ്ണ നിരങ്ങാൻ പോകാനുള്ള സ്പേസ്, തിണ്ണയിൽ പോലും സ്പേസ് ഇല്ല ഇവർക്ക്. അതാണ് മനസ്സിലാക്കേണ്ടത്. തിണ്ണ നിരങ്ങാൻ പോകത്തില്ല എന്നുള്ളത് വലിയ ക്രെഡിറ്റ് ആയി പറയേണ്ട ആവശ്യമില്ല. തിണ്ണെ പോയിട്ട് പറമ്പിനകത്തോട്ട് ഗേറ്റിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറും, പട്ടി അടിച്ചോളൂ, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ചെയ്യുമെന്നുള്ള സ്ഥിതിയിൽ പിന്നെ എങ്ങനെയാണ് തിണ്ണ ഇറങ്ങാൻ പോകാൻ പറ്റത്തില്ല. അതേസമയം ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയൻ പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ MP ഗോവിന്ദമാഷ് പോയി കഴിഞ്ഞാലോ ബാക്കിയുള്ളവർ പോയി കഴിഞ്ഞാലോ കൈകൂപ്പി സ്വീകരിക്കും അവർ ഏറ്റവും നന്നായി ട്രീറ്റ് ചെയ്യും. അല്ല, ഇത് കൂടാതെ മറ്റൊരു വസ്തുതയുണ്ട്, പ്രകടന പത്രിക. കഴിഞ്ഞ ദിവസം ഒരു ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ 5 പദ്ധതി പ്രഖ്യാപിച്ചിട്ട് രാഹുൽ ഗാന്ധി എവിടേക്കോ പോയി പറഞ്ഞു. അതിനുശേഷം പിന്നീട് UDFന്റെ ഒരു പ്രകടന അല്ല എവിടെ പോയി മറിയാറ് സാധാരണ മക്കാവില് പട്ടയിലൊക്കെ ആയിരിക്കും. അല്ല, എനിക്ക് ഒരു വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ UDFന്റെ പ്രകടന പത്രിക ഫൈനലൈസ് ചെയ്തിട്ടില്ല. പ്രകടന പത്രിക ഫൈനലൈസ് ചെയ്യുന്നത് പോട്ടെ, ഇലക്ഷൻ മാനിഫെസ്റ്റോ എന്ന് പറയുന്ന സാധനം ഞാൻ വലിയ സംഭവമായിട്ട് കാണുന്നില്ല സിബി. അത് LDF ആണെങ്കിലും UDF ആണെങ്കിലും BJP ആണെങ്കിലും ഒക്കെ മാനിഫെസ്റ്റോയ്ക്കകത്ത് കുറേ സാധനം എഴുതി വെക്കും. നാട്ടിൽ നടപ്പിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം എഴുതി വെക്കും. അതൊരു പ്രലോഭനമാണ്. ആൾക്കാർക്കൊരു ഓഫർ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്ക് ഇന്ത്യനെ പോലെ സ്വർഗം ഉണ്ടാക്കി തരാൻ പോകുന്നു എന്നുള്ളതാണ്. അത് വിട്ടുകളാ, ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. പക്ഷേ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചില്ലല്ലോ എന്നുള്ളതാണ് ചോദ്യം. സ്ഥാനാർത്ഥികളില്ലാതെ എങ്ങനെയാണ് ഇലക്ഷനിലോട്ട് പോകുന്നത്? 150 മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഏറെ നിൽക്കുക. പിന്നെ അതുമാത്രമല്ല, പല സീറ്റുകളും ഇപ്പം പിന്നെ പട്ടാമ്പിയിൽ CPI പ്രഖ്യാപിച്ചിട്ടുള്ളത് മോസിന് 3-ാം ടൈം കൊടുത്തിട്ടുണ്ട്. മോസിന് പട്ടാമ്പി അവർക്ക് പിന്നെ റിയാസ് മുക്കോളി നിന്ന് കഴിഞ്ഞാൽ ഫൈറ്റ് ഉണ്ടാക്കാമെന്നേ ഉള്ളൂ. റിയാസ് അല്ല എന്നുണ്ടെങ്കിൽ ലീഗിന് സീറ്റ് കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫൈറ്റും ഇല്ല. ഇങ്ങനെ പല മണ്ഡലങ്ങളിലും പോകാൻ പോകുന്നത്, പല മണ്ഡലങ്ങൾക്കകത്തും. എന്നാൽ CPIയുടെ സ്ഥാനാർത്ഥികളിൽ ചിലർ തോക്കുമെന്നുള്ളത് നമുക്കറിയാം, നമ്മൾ നേരത്തെ പറയുകയും ചെയ്തതാണ്, സംസാരിച്ചതാണ്. ചില സ്ഥാനാർത്ഥികളെ നമ്മളെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തന്നെ നമ്മൾ തോറ്റു എന്നുള്ള ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ തന്നെ മാജിക്കൽ സംഖ്യയിലേക്ക് എത്താൻ LDFന് കഴിയുന്നൊരു കാൻഡിഡേറ്റ് ലിസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിനകത്ത് സംശയമൊന്നുമില്ല. അതിനകത്ത് പിന്നെ ഇപ്പം പല മണ്ഡലങ്ങളിലും ഈ പറയുന്ന അട്ടിമറി ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്, നമുക്ക് വളരെ വ്യക്തമാണ്. കാരണം അവിടുത്തെ പൾസ് അറിയാം. UDFന്റെ പല മണ്ഡലങ്ങളിലും അട്ടിമറി ഉണ്ടാകത്തില്ല. ഇപ്പോൾ പറവൂര് പോലും ടൈറ്റ് ഫൈറ്റിലേക്കാണ് പോകുന്നത്. ടൈസൺ മാഷ് വരുമ്പോൾ ഭയങ്കര ടൈറ്റ് ഫൈറ്റിലേക്ക്. കാരണം പുള്ളി കയ്പമംഗലത്തുനിന്ന് MLA ആയിരുന്ന ആളാണ്. അപ്പോൾ പിന്നെ അതേ സമയം തന്നെ കയ്പമംഗലത്ത് അവരിപ്പോൾ നിർത്തിയേക്കുന്നത് നല്ല കാൻഡിഡേറ്റിനെ നിർത്തിയേക്കുന്നത്. കയ്പമംഗലത്ത് മിക്കവാറും നിൽക്കാൻ സാധ്യതയുള്ള കോൺഗ്രസിൻ്റെ പ്രതാപനാണ് നിൽക്കാൻ സാധ്യതയുള്ളത്. ഇങ്ങനെ ഓരോ ജില്ല എടുക്കുമ്പോഴും പിന്നെ തൃശ്ശൂർ ചിലപ്പോൾ പത്മജ വേണുഗോപാൽ അങ്ങ് തൂക്കും, നേമം രാജീവ് ചന്ദ്രശേഖറും അങ്ങ് തൂക്കും, തൃശ്ശൂർ തൂക്കും, പിന്നെ നേമം തൂക്കും. അങ്ങനെ പല മണ്ഡലങ്ങൾക്കും പാലക്കാട് ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ തൂക്കാൻ സാധ്യതയുണ്ട്. തിരുവല്ല എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അതിന് തോമസും കുറേ വർഷമായി 2006 തൊട്ട് തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുക. പിന്നെ പുള്ളി 26-ാമത്തെ വയസ്സിൽ MLA എന്നാണ്. പുള്ളി A കാലിൻ്റെ കാര്യം പറഞ്ഞ പോലെ ആർക്കും ഒരു ദോഷം ഉപദ്രവം ചെയ്യത്തില്ല, ആർക്കെങ്കിലും ഒരു ഗുണം ചെയ്യുകയോ ഇല്ല. പുള്ളിക്ക് പുള്ളിയെ കൊണ്ട് വല്ല ഗുണമുണ്ടോ എന്നുള്ള പോലെ അറിയത്തില്ല. അപ്പം എന്തായിരുന്നാലും UDF 3-ാം തവണയും LDFന് ഭരണം കൊടുക്കാൻ തീരുമാനിച്ചു എന്നാണ് എൻ്റെ പ്രാഥമിക നിരീക്ഷണം. ഇതിനകത്ത് വരും ദിവസങ്ങൾക്കകത്തുള്ള ഇലക്ഷനകത്ത് വരുന്ന ഇവരെടുക്കുന്ന സ്ട്രാറ്റജിയും കാര്യങ്ങളും പോളിസിയും ഒക്കെ നോക്കിയിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ പറയാൻ പറ്റുന്ന ഇത്രയാണ്. LDFന് മുൻതൂക്കമുണ്ട്. അതിനകത്ത് യാതൊരു സംശയമില്ല. BJP ഒരു 6 സീറ്റ് 7 സീറ്റ് വരെ പിടിക്കാൻ, അതായത് പിന്നെ 3 തൊട്ട് 8 സീറ്റ് വരെ പിടിച്ചാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളിടത്താണ് നിൽക്കുന്നത്. എന്തായിരുന്നാലും അവർക്കൊരു പിന്നെ 3 സീറ്റ് അവർക്ക് ഉറപ്പാണ്. നേമം, പാലക്കാട്, പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സീറ്റുകൾ അവർക്ക് ഉറപ്പാണ് എന്നുള്ള സ്ഥിതിയാണ് ഇപ്പം ഞാൻ കാണുന്നത്.